ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനാണ് കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക. ഇതുവരെ ആയിട്ടും 1000 സബ്സ്ക്രൈബേഴ്സ് പോലും തികയാത്തവർക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ ഏകദേശം ഒരു 3 ആഴ്ച മുമ്പ് AI ഷോർട്സ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഏകദേശം 18,000 വ്യൂസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോയിൽ ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പറ്റുന്നതൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് പേർക്ക് ഒരേപോലെയുള്ള കുറേ ഡൗട്ടും കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതൊരു വീഡിയോ ആക്കി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇന്ന് ആ വീഡിയോ ആക്കി ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ തന്നെ എടുത്തതായിരുന്നു വീഡിയോ, പക്ഷെ കുറച്ച് ക്ലാരിറ്റി കുറവ് കാരണം വീണ്ടും എടുക്കേണ്ട വന്നു. അതുകൊണ്ടാണ് കേട്ടോ വൈകിയത്. ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡൗട്ട് ഉണ്ട്. കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലൂടെ പറയാം കേട്ടോ. എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് 10 സെക്കൻഡ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത്? നിങ്ങൾ തന്നെയാണോ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത്? AI ഷോർട്സ് ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ കിട്ടുമോ? അപ്പോൾ ഞാൻ അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ എങ്ങനെയാണോ AI ഷോർട്സ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ എങ്ങനെയാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്, എവിടെ നിന്നാണ് എടുക്കുന്നത് എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നമുക്ക് AI ഷോർട്സ് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. യൂട്യൂബിന്റെ തന്നെ ആപ്പായിട്ടുള്ള YT ക്രിയേറ്റ് ആപ്പിലൂടെയും പിന്നെ യൂട്യൂബ് ആപ്പിലൂടെയും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത് യൂട്യൂബിലൂടെ തന്നെയാണ് കേട്ടോ. YT ക്രിയേറ്റ് ആപ്പിലൂടെ നമുക്ക് ചെയ്യുമ്പോൾ അത്ര കറക്റ്റ് ആയിട്ട് എനിക്ക് വരുന്ന പോലെ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ യൂട്യൂബ് ആപ്പിലൂടെ തന്നെയാണ്, യൂട്യൂബ് തരുന്ന ആ ഓപ്ഷൻ വെച്ചുകൊണ്ട് തന്നെയാണ് AI ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് AI ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോ ആഡ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു 3 ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അല്ലാതെ നമുക്ക് നമ്മൾ ആ ഷോർട്സിൽ ഉപയോഗിക്കുന്ന എന്തെങ്കിലും വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ YT ക്രിയേറ്റ് ആപ്പിലൂടെ നമുക്ക് ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 8 സെക്കൻഡ് മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. അതിലൂടെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട്. മറ്റുള്ളവരുടെ എല്ലാ AI ഷോർട്സ് നമുക്ക് അതിൽ കാണാൻ പറ്റും. അപ്പോൾ അതിനെ നമുക്ക് ജനറേറ്റ് ചെയ്ത് നമ്മുടെ ഷോർട്സ് ആക്കി മാറ്റാനും പറ്റും കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമ്മുടേതായിട്ടുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമുക്ക് നല്ല രീതിയിൽ ഒരു ഷോർട്സ് കിട്ടുന്നത് എനിക്ക് യൂട്യൂബ് ആപ്പിലൂടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. YT ക്രിയേറ്റ് ആപ്പിലൂടെ കിട്ടുന്നില്ല എന്നല്ല, കിട്ടുന്നുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നിയത് യൂട്യൂബ് ആപ്പിലൂടെയാണ് കേട്ടോ. കുറച്ച് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയി വരുന്നത്. അപ്പൊ ഞാൻ യൂട്യൂബിലൂടെയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ അറിയുന്നവരും ഉണ്ടാവും, അറിയാത്തവർ നല്ല രീതിയിലൊന്ന് നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് തേങ്ങ കിട്ടുന്നതായിരിക്കും. കാരണം എനിക്ക് ഇതിനു മുമ്പ് ഞാൻ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒട്ടും വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഏകദേശം ഒരു 5000 കൂടി വന്നു കഴിഞ്ഞാൽ 30,000 50,000ത്തിന്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. അല്ലാതെ ലാക്ക് കണക്കൊന്നും പോയിട്ടില്ല. അപ്പൊ AI ഷോർട്സ് ഇട്ട് കഴിഞ്ഞ ശേഷമാണ് എനിക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയത് കേട്ടോ. എന്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയത് കാരണം എനിക്ക് ഈ ഷോർട്സിൽ 0.01 ആയിരുന്നു മുമ്പൊക്കെ ഡോളർ കയറിക്കൊണ്ടിരുന്നത്. ഇപ്പോ ലാക്ക് കണക്കിന് വ്യൂസ് വരാൻ തുടങ്ങിയപ്പോൾ ഏകദേശം 2ഉം 3ഉം അങ്ങനെയുള്ള ഡോളറുകളൊക്കെ കയറാൻ തുടങ്ങി ഷോർട്സിലൂടെ കേട്ടോ. അപ്പോ നിങ്ങൾ AI ഷോർട്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വരും. പിന്നെ AI ഷോർട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സ്ക്രിപ്റ്റ് കൊടുത്താൽ മാത്രം മതി. അല്ലാതെ പോയി വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ വളരെ ചുരുങ്ങിയ പണി മാത്രമേ ഇതിലൂടെ നമുക്ക് ചെയ്യാനുള്ളൂ. ഒരു കഷ്ടപ്പാടും ഇല്ല. കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ച് എന്തെങ്കിലും മെസ്സേജസ് കൊടുക്കുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റ് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതേപോലെയുള്ള ഷോർട്സ് വീഡിയോ നമുക്ക് തരുന്നതായിരിക്കും AI. ഓക്കെ, അപ്പൊ അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മതി. അപ്പോ ഞാൻ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നൊന്നുമില്ല. എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് 2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഏകദേശം കുറേ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. താല്പര്യമുള്ളവർ കാണുക കേട്ടോ. തുടക്കക്കാർക്കായിരിക്കും കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോയിട്ട് എങ്ങനെയാണ് സ്ക്രിപ്റ്റ് എടുക്കുന്നത്, എങ്ങനെയാണ് AI ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കിയിട്ട് വരാം. ഓക്കെ, ഞാൻ ChatGPTയിലാണ് സ്ക്രിപ്റ്റ് ഒക്കെ 10 സെക്കൻഡ് ആക്കുന്നത് കേട്ടോ. അപ്പൊ ChatGPT ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യാത്തവർ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസാണ് വരിക. അപ്പോൾ പ്ലസിന്റെ അവിടെ നമുക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ കറി വയ്ക്കുന്ന 10 സെക്കൻഡ് സ്ക്രിപ്റ്റ് തരണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ നമുക്ക് മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വോയിസ് ഓവർ ആണെങ്കിൽ വോയിസ് ഓവർ കൊടുക്കുക, അത് ടൈപ്പ് ചെയ്ത് വന്നോളൂ കേട്ടോ തനിയെ. അപ്പോൾ ഞാനിപ്പോൾ കൊടുത്തപ്പോൾ 10 സെക്കൻഡ് വന്നിട്ടുണ്ട്, ഹൂക്കോട് കൂടിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള 10 സെക്കൻഡ് എടുക്കാം. നമുക്ക് കറക്റ്റായിട്ട് സ്ക്രിപ്റ്റ് തന്നിട്ടുണ്ട്, അത് തന്നെ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കോപ്പി ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ChatGPT തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കോപ്പി ചെയ്ത് യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്ത് ഞാൻ എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ യൂല് ക്ലിക്ക് ചെയ്ത് ഞാൻ എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ആവേദിക പാലക്കാട് ചാനൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിൻ്റെ ഏറ്റവും മേലെയായിട്ട് നമുക്ക് AI ചിഹ്നം കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് എന്ന് കാണും. അതിലേക്ക് നമുക്ക് നമ്മുടെ സ്ക്രിപ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, അപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇതിൽ ഒരു വേർഡ് പോലും ഇംഗ്ലീഷിലില്ല. അപ്പോൾ ഇംഗ്ലീഷിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പ്രോസസ്സിംഗ് ആയി കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ മലയാളം വീഡിയോ എന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് താഴെ കാണുന്ന പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഗാലറിയിലോട്ട് പോകും. നമുക്ക് ഇഷ്ടമുള്ള 3 ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വേണമെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടത് കൊടുക്കാം. എന്നിട്ട് ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രോസസ്സിംഗ് ആയി വരുന്നതായിരിക്കും കേട്ടോ. 100% പ്രോസസ്സിംഗ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ വീഡിയോ അപ്ലോഡായി വരുന്നതായിരിക്കും കേട്ടോ. താഴെ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ടു ഡിവൈസ് എന്ന് കാണും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലോട്ട് കിടക്കുന്നതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് സാധാരണ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാം. ടൈറ്റിലും തമ്പനെയിൽ പെൻസിൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തമ്പനെയിൽ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ അൺലിസ്റ്റ് ആക്കി വെക്കുക, ഇപ്പോൾ തന്നെ പബ്ലിക് ആക്കാതിരിക്കുക. റിലേറ്റഡ് വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിലേറ്റഡ് വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കാം, ലൊക്കേഷൻ കൊടുക്കാം. മെയിനായിട്ട് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് S തന്നെ കൊടുക്കണം. കാരണം നമ്മൾ AI വെച്ചിട്ടാണ് ഷോർട്സ് ക്രിയേറ്റ് ചെയ്തത്. അതൊരിക്കലും നോ കൊടുക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും S മറക്കാതെ കൊടുക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കേട്ടോ. പെൻസിൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തമ്പനെയിൽ ഇഷ്ടമുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. CTR കൂടുന്ന രീതിയിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള തമ്പനെയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് അപ്ലോഡ് ഷോർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്ലോഡ് ആയി കിട്ടുന്നതായിരിക്കും. ഇനി ഞാൻ YT Create ആപ്പിലൂടെ എങ്ങനെയാണ് AI ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം കേട്ടോ. YT Create ആപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതുവരെയായിട്ടും YT Create ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും സാധാരണ. കണ്ടില്ലേ, ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. നമ്മുടെ ഫോട്ടോ കൊടുത്ത് വീഡിയോ ആക്കാൻ പറ്റും, ടെംപ്ലേറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, വീഡിയോ ജനറേഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിലും ഉണ്ട് കേട്ടോ. പക്ഷേ 8 സെക്കൻഡ്സ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ ജനറേഷൻ എന്ന് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ മലയാളത്തിൽ തന്നെയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. മലയാളം ഡാൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫോട്ടോ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നേരെ ഒരു ഡാൻസിൻ്റെ ഇത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, 8 സെക്കൻഡ്സിൽ ഡാൻസ് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സേവ് വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നേരെ എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ടായിട്ട് ഗാലറിയിൽ പോയിട്ട് കിടക്കുന്നതായിരിക്കും കേട്ടോ. അല്ലാതെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാനും പറ്റും. അതിനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ ആയിട്ടും ഇതൊന്നും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുവരെയായിട്ടും AI ഷോർട്സ് ഒന്നും ക്രിയേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ AI ഷോർട്സ് ക്രിയേറ്റ് ചെയ്ത് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ നേടി പെട്ടെന്ന് ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ചെറുതാണെങ്കിലും ഇൻഫർമേഷൻ വലുതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസ് നോട്ടിഫിക്കേഷൻ